നമസ്തേ. രത്നശാസ്ത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നമ്മോടൊപ്പമുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്, പ്ലാനറ്ററി ജെമോളജിസ്റ്റ്. രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം സാർ. നമസ്കാരം. നമസ്തേ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയ ഒരു കാര്യമായിരുന്നു കന്നി ലഗ്നത്തെക്കുറിച്ച്. നമ്മൾ പറഞ്ഞു കന്നി ലഗ്നത്തിൻ്റെ ഉച്ചരാശി ആണ് ബുധൻ. അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. പക്ഷെ എന്നിരുന്നാലും ആ ബുധൻ്റെ രത്നമായ എമറാൾഡ് നിങ്ങൾക്ക് അനുയോജ്യമോ, അതാണ് നമ്മൾ ചർച്ച ചെയ്ത് വന്ന കാര്യം. ഇപ്പം സാർ പറയുകയുണ്ടായി, ഇപ്പം കുട്ടികൾക്കൊക്കെ ഈ ബുധൻ്റെ ഒരു രത്നമൊക്കെ കൊടുക്കുമ്പം അവർക്ക് പഠനത്തിലൊക്കെ അവരെ സഹായിക്കാറുണ്ട്. പക്ഷേ അത് നമ്മൾ കൊടുക്കുന്നത് ഈ വ്യക്തിക്ക് ബുധൻ അനുകൂലമാണോ എന്ന് നോക്കിയിട്ട് വേണം. ബുധൻ ഒരുപാട് റോങ് സൈഡിലൊക്കെ പോയി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ ചിങ്ങലഗ്നത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ചിങ്ങലഗ്നത്തിൻ്റെ 8th ഹൗസ് എന്ന് പറയുന്നത് പൈസസ് മീനൻ രാശിയം. അവിടെ ഈ ബുധൻ്റെ ഒരു ഡെബിലിറ്റേറ്റഡ് ഹൗസാണ്. ഓക്കെ. പുള്ളി വെള്ളത്തിൽ, മീനൻ രാശി വെള്ളത്തിൽ തന്നെ മുങ്ങി നിൽക്കുക. അപ്പം അങ്ങനത്തെ ഒരു കുട്ടിക്ക് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ രത്നം നമുക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ചിന്തിക്കണം. പിന്നെ അതിൻ്റെ മറ്റ് ചാർട്ടെല്ലാം നോക്കിയതിന് ശേഷം ബുധദശാകാലം വല്ലതും ആണെങ്കിൽ അതിൻ്റെ ഉപരത്നങ്ങളായിട്ടുള്ള വല്ല എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമുക്ക് കന്നി ലഗ്നത്തിലാണ് ലഗ്നാധിപൻ പോയി നീചത്തിൽ നിൽക്കുകയാണെങ്കിലും നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് പീരീഡോട്ട് എന്ന് പറഞ്ഞൊരു കല്ല് കൊടുക്കാം. പീരീഡോട്ട് ഈ എമറാൾഡിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് കല്ലെന്ന് പറയുന്നത് പീരീഡോട്ടാണ്. ഒലീവിയൻ ഗ്രീൻ, ഒലിവെണ്ണ, പച്ച ഒലിവെണ്ണ കാണുന്ന പോലെ ഒരു കളർ, അതായത് പച്ച നിറത്തിലുള്ള മറ്റൊരു രത്നമാണ്. പണ്ട് വളരെ പുരാതന കാലത്ത് പെരിഡോട്ടും എമറാൾഡും തമ്മിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു. പക്ഷേ അത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ കല്ല ഇത്, പെരിഡോട്ട്. അപ്പം അതിലേക്ക് വരാം നമുക്ക്, അല്ലെങ്കിൽ സബ്ജക്റ്റ് മാറിപ്പോവും. അപ്പം നമ്മൾ ഒരു രക്തം കൊടുക്കുമ്പോൾ ലഗ്നാധിപനാണെങ്കിൽ പോലും അയാളുടെ ഒരു പോസിറ്റീവ് സൈഡ്, നെഗറ്റീവ് സൈഡിനെ കുറിച്ച് നമ്മൾ വളരെയധികം ചിന്തിച്ചിട്ട് വേണം. ലഗ്നാധിപൻ എവിടെ നിന്നാലും കുഴപ്പമില്ലെങ്കിൽ പോലും നമ്മൾ ചില കൺജക്ഷൻസിൽ അത് കൊടുക്കാതിരിക്കുക നല്ലത്. അപ്പോൾ അത് വളരെ നോക്കി വേണം ചെയ്യാനായിട്ട്. ചില ഗ്രഹനിലയിൽ പൂരി രത്നം മാത്രം, ഞാനൊരു ചാർട്ടിനകത്ത് ഒരു ചാർട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്, അതിനകത്ത് കന്നി ലഗ്നമാണ്. ഓക്കെ. കന്നി ലഗ്നമാണ്. ഇദ്ദേഹത്തിന് ലഗ്നാധിപൻ ലഗ്നത്തിൽ തന്നെ ശുക്രൻ നിൽപ്പുണ്ട്. പക്ഷെ ആ ശുക്രൻ്റെ ഒരു പ്രശ്നമുണ്ട്, നീചപ്പെട്ട നിൽക്കുന്നത്. ശുക്രൻ്റെ ഒരു ഡെബിലിറ്റേറ്റഡ് ഹൗസാണ് ഈ മിഥുനം, കന്നി ലഗ്നം. കന്നി ലഗ്നത്തിൽ ശുക്രൻ നീചാവസ്ഥയാണ്. അതിനും ചില കാരണങ്ങളുണ്ട്. കാരണം ലഗ്നാധിപൻ ഈ ബുധൻ കണക്കൂട്ടുകളുടെ ആളാണ്. ഇൻ്റലിജൻസും കണക്കും അടുക്കും ചിട്ട, പിന്നെ ഏറ്റവും പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഹൗസാണ് കേട്ടോ ഇത്, ഈ കന്നി എന്ന് പറയുന്നത്. പെർഫെക്ഷനായത്. അത് പെർഫെക്റ്റായിട്ട് ഒന്നും കാണത്തില്ല. ഈവൺ അവരുടെ വീട്ടിൽ ചെന്നാലോ അവരുടെ മുറിയെ ചെന്നാലോ അവരുടെ ഓഫീസിൽ ചെന്നാലും ഒക്കെ ആ പെർഫെക്ഷൻ കാണും. വളരെ അടുക്കും ചിട്ടയും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും അവർ മുന്നോട്ട് വന്ന് പെർഫെക്ഷനായിട്ട് എല്ലാം. അത് വേണം, ശരി ഇത് വേണ്ട, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്കത് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാം, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുവർ. അത് വളരെ സോഫ്റ്റായിട്ടുള്ള രീതിയിലായിരിക്കും ആ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. പക്ഷെ കണക്കൂട്ടലുകളുണ്ട്. അപ്പോൾ വീനസ് എന്ന് പറയുന്ന ശുക്രൻ റൊമാൻറ്റിക് പ്ലാനറ്റാണ്. ലവാണ് പുള്ളിയുടെ സൈനും മുഖമുദ്ര തന്നെ. പുള്ളിക്ക് ഒരു കണക്കൂട്ടലും പറ്റില്ല. ഒരു കണക്കൂട്ടുന്ന ഒരിടത്ത് പോയി ഒരാളെ കെട്ടി ഈ ലവും റൊമാൻസും അതും ഒക്കെ ആയിട്ടുള്ള അവിടെ ഇരുത്തിയാൽ സ്ത്രീ അപ്പോൾ പുള്ളിക്ക് വർക്ക് ചെയ്യാൻ. അപ്പോൾ ആ ലിമിറ്റേഷൻ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അത് വളരെ സൂക്ഷ്മമായിട്ട് തമാശ രീതി നമ്മൾ സംസാരിക്കുന്നല്ലേ ഉള്ളൂ. സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം ലഗ്നാധിപൻ, അതാണ് നമ്മൾ പറഞ്ഞത്, ലഗ്നാധിപൻ ബുധൻ അല്ല, ലഗ്നാധിപൻ ബുധനാണെങ്കിലും അവിടെ ശുക്രനാണ് നിൽക്കുന്നത്. അപ്പോൾ ലഗ്നത്തിന് തന്നെ ഒരു നീച
സ്ഥിതിക്ക് വന്നു. നീചസ്ഥിതി വന്നല്ല, നീചഗ്രഹം അവിടെ വന്നു. അപ്പോൾ ഇതെന്താ പറ്റുന്നത് വെച്ചാൽ പുള്ളിക്ക് കോൺഫിഡൻസ് കുറയും. ഈ ലഗ്നാധിപനായിരിക്കുന്ന ബുധൻ കണക്കിൻ്റെ ആളാണെങ്കിൽ ശുക്രൻ എന്ന് പറയുന്നത് പുള്ളി ബ്യൂട്ടി കോൺഷ്യസ് ആള്, ആത്മവിശ്വാസവും കോൺഫിഡൻസും മേക്കപ്പും കാര്യങ്ങളും ആ റൊമാൻസും ഒക്കെ ഉള്ള ഒരാളാണല്ലോ. അപ്പോൾ പുള്ളിക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ മിഥുന ലഗ്നത്തിൽ നിൽക്കുമ്പോൾ പുള്ളിക്ക് കോൺഫിഡൻസ് പോയി, പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പുള്ളിയുടെ കോൺഫിഡൻസാണ് പോയിരിക്കുന്നത്. ശരിയാണ്, ഞാനങ്ങോട്ട് ശരിയല്ല, ഒരു അപ്പിയറൻസ് തന്നെ ശരിയാകുന്നില്ല, ഈ ഷർട്ട് മാറ്റി ആ ഷർട്ട് എടുത്തിട്ടാലോ അല്ലെങ്കിൽ ഈ സാരി മാറ്റി ഇതെടുത്ത്, അങ്ങനത്തെ ഒരു ചിന്താഗതി വരും. പിന്നെ ലഗ്നത്തിൽ ഒരു ഗ്രഹങ്ങളും നീചത്തിൽ നിൽക്കുന്നത് നല്ലതല്ല. ഓഹോ, അങ്ങനെയുണ്ട്. അപ്പം പിന്നെ ഈ ചാർട്ടിന് ഒരു ചാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് നോക്കുമ്പോൾ വ്യാഴം നീചത്തിൽ പോയി, വ്യാഴത്തിനൊക്കെ കൃത്യമായ ഡെബിലിറ്റേഷൻ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ അപ്പം അങ്ങനെ നോക്കുമ്പം ഇതിനകത്ത് ലഗ്നസംബന്ധമായിട്ട് നോക്കുകയും കർമ്മസംബന്ധമായിട്ടൊക്കെ നോക്കുമ്പം ബുധനാണ് ഇതിനകത്ത് വൺ ആൻഡ് ഓൺലി സപ്പോർട്ടിങ് പ്ലാനറ്റ്. അപ്പോൾ ഇയാൾക്ക് ഏറ്റവും ആവശ്യം എമറാൾഡ് തന്നെയാണ്. അതായത് ആ ബുധൻ്റെ ലഗ്നം തന്നെയാണ് ആൾക്ക് വേണ്ടത്. കാരണം നമ്മുടെ ഈ ലഗ്നം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വ്യക്തിത്വം കൂടെയാണ്. അവിടെ നീചഗ്രഹങ്ങൾ വന്നാൽ നമുക്ക് തന്നെ കോൺഫിഡൻസ് പോവുക ചെയ്യുന്നത്. ഒരു ആത്മവിശ്വാസക്കുറവ്, കുഴപ്പമൊന്നുമില്ല, ആത്മവിശ്വാസക്കുറവാണ് സംഭവിക്കുന്നത്. പിന്നെ ആരോഗ്യം, ഫിസിക്കൽ അപ്പിയറൻസ്, പിന്നെ ഇതിനകത്ത് ഈ എപ്പോഴും ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഒരാളാണ് ഇപ്പോൾ ഈ ബുധൻ. എപ്പോഴും സ്റ്റൊമക്കാണ് എപ്പോഴും പ്രോബ്ലമായിട്ട് ആളെ അപ്സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് കുഴപ്പമൊന്നുമില്ല, ഈ ചാർട്ട് കുഴപ്പമൊന്നുമില്ല. എപ്പോഴും ഇങ്ങനെ ഈ മിഥുന ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുന്നതുകൊണ്ട് എപ്പോഴും ചലഞ്ചസ് ഇൻ ലവ് ആൻഡ് റിലേഷൻഷിപ്പിലാണ്. ആ ഒരു ഏരിയയാണ് ആൾക്കൊരു കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ട് നിൽക്കുക. കാരണം ആ നിൽക്കുന്ന ഡെബിലിറ്റേഷൻ സംഭവിച്ചിരിക്കുന്ന വീനസിനാണല്ലോ അവിടെ. വീനസിൻ്റെ ഏക ഡെബിലിറ്റേഷൻ എന്ന് പറയുന്നത് അവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആത്മവിശ്വാസക്കുറവും, നമുക്ക് എത്ര ഒരുങ്ങിയാലും അത് ശരിയായിട്ടുണ്ടോ, എന്നൊരു സംശയം, ഞാനിത് മേടിച്ചത് തന്നെ പുള്ളിയുടെ ഷർട്ട് നല്ലതായിട്ട്, എനിക്ക് എന്താണോ എങ്ങനെയാണോ ഇന്ന് ആൾക്കാർ ഇങ്ങനെ നമ്മൾ ചിന്തിക്കും. കൺഫ്യൂഷൻസും കണക്കൂട്ടുന്നുണ്ട് അന്നേരം. കാരണം പുള്ളി നിൽക്കുന്ന ബുധൻ്റെ ഇതിലാണ്, അത് പറ്റിയില്ല, മറ്റത് മേടിച്ചാൽ ഇങ്ങനെ ചിന്തിക്കുകയും കൂടെ ചെയ്യുന്നതാണ്. അത് ബുധൻ്റെ പെർഫെക്ഷൻ അവിടെ വരുന്നില്ല പുള്ളിക്ക്, ഈ പുള്ളി നിൽക്കുന്നതുകൊണ്ടേ. പക്ഷേ ബുധനും ശുക്രനും അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹങ്ങളാണ്. ബുധൻ ശുക്രന്മാർ ഡയമണ്ട് എമറാൾഡ് ഭയങ്കര കോമ്പിനേഷനാണ് സ്റ്റോണ്. പക്ഷേ ഡെബിലിറ്റേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് എമറാൾഡ് മാത്രമേ നമുക്ക് കൊടുക്കാനായിട്ട് ഒക്കുള്ളൂ. എനിക്ക് തോന്നുന്നു ആ ഒരു എമറാൾഡിൻ്റെ സജഷൻ ആളെ എത്രത്തോളം അതിൻ്റെ ഒരു ക്യാരക്ടേജ് ഒക്കെ യൂസ് ചെയ്യണം. സാറ് പറഞ്ഞു ഇവിടെ ആളെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഏക പ്ലാനറ്റ് എന്ന് പറയുന്നത് ബുധനാണ്. അപ്പം ബുധൻ്റെ രത്നമായ മരതകം തന്നെയാണ് നമ്മൾ ആൾക്ക് മാക്സിമം ക്യാരറ്റ്, അവിടെയാണ് നമുക്ക് തൂക്കത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. പിന്നെ മരതകം കുറച്ച് അധികം ധരിച്ചുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. മരതകം വളരെ ഹാർഡ്നെസ്സും സോഫ്റ്റും ഗ്രീനാണ്, പച്ചയാണല്ലോ സിഗ്നൽ തന്നെ പച്ചയാണ്, കളർ തന്നെ പച്ചയാണ്. ഹാർഡ്നെസ് കുറവാണ് അല്ലെ ഈ രത്നത്തിന്? രത്നത്തിന് തീരെ ഹാർഡ്നെസ് കുറവാണ്. പ്രീഷ്യസ് സ്റ്റോൺസിൽ ഹാർഡ്നെസ് കുറഞ്ഞ രത്നം ഏത്? എമറാൾഡ്. പ്രീഷ്യസ് സ്റ്റോൺസിൽ ഹാർഡ്നെസ് കൂടിയ രത്നം ഏത്? ഡയമണ്ട്. ഈ ഹാർഡ്നെസ് അളക്കുന്ന അളവുപോലെ എന്താണ്? മുഹമ്മദൻ സ്കെയിൽ. അതാണ് രത്നങ്ങളുടെ ഹാർഡ്നെസ് അളക്കുന്ന അളവ് പോലെ. അപ്പം അതിൽ ഇതിനകത്ത് ഹാർഡ്നെസ് കുറവാണ്. അപ്പോൾ എന്ത് പറ്റുന്നു? മരതകത്തിൻ്റെ രത്നം എടുത്ത ആൾക്കാർ, ഇപ്പോൾ കസ്റ്റമർ വന്ന് മരതകത്തിൻ്റെ രത്നം എടുത്താൽ ഒരു രത്നവും പിടിക്കത്തില്ല അവർക്ക്. ഇതിനകത്ത് ഈ മാർക്കുള്ളല്ലോ സാറേ, അപ്പം ഇത് എന്തോ ഇതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പോസ്റ്റർ തന്നെ അടിച്ച് എപ്പോഴും ഞാൻ വിളിച്ചു. അതായത് എമറാൾഡിനകത്ത് ഇമ്പ്യൂരിറ്റീസ് കൂടും, ഹാർഡ്നെസ് കുറഞ്ഞ് ഇമ്പ്യൂരിറ്റീസ് വന്ന് നിറയെ ഗ്യാപ്പ് സ്പേസസ് ഉണ്ടാകുക. അപ്പം അങ്ങനെ വന്നപ്പോൾ പക്ഷെ നാച്ചുറലായത് ഈ ഫ്ലോസ് വേണം കല്ലിന്. ഈ ഫ്ലോസ് എമറാൾഡിന് മസ്റ്റാണ്. അതിൻ്റെ ഒരു നാച്ചുറൽ ഐഡൻറ്റിറ്റിയാണത്. അപ്പം ഒരു എമറാൾഡ് സ്റ്റോൺ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു രത്നം ആയിരിക്കത്തില്ല. ആയിരിക്കത്തില്ല.
പിന്നെ ഈ സപ്ലൈസ് എന്നൊക്കെ പറയുന്ന അവർ ക്രിസ്റ്റൽ ക്ലിയർ പോലത്തെ ഒക്കെ വന്ന് ഭയങ്കര വില മേടിക്കും വരും. നമുക്കതിൻ്റെ ആവശ്യം ഇപ്പം എൻ്റെ അടുക്ക വന്ന് ഇതിനകത്ത് കുറച്ച് ഇൻക്ലൂഷൻസ് ഉള്ള കല്ലും ഉണ്ട്, കുറച്ചുകൂടെ വലിയ ഭയങ്കര ക്ലാരിറ്റിയും ഇൻക്ലൂഷൻസ് കുറഞ്ഞ കല്ലും ഉണ്ട്, പക്ഷെ അതിന് ഭയങ്കര വിലയാണ് സാറേ എന്ന് പറഞ്ഞാൽ എനിക്കത് വേണ്ട, എനിക്ക് ഇൻക്ലൂഷൻസ് ഉള്ള മതി. നാച്ചുറൽ ഇൻക്ലൂഷൻസ് കൂടുതലുള്ള കല്ല്. അപ്പോൾ അത് നമുക്ക് ഹാർഡ്നെസ് കൂടിയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. 5 കാരറ്റ് 6 കാരറ്റൊക്കെ വേണം പിള്ളേർക്ക് ഇടാം. അതിന് അവരുടെ കപ്പാസിറ്റി അനുസരിച്ച്. കുറച്ച് എക്സ്പെൻസ് ഉള്ള സ്റ്റോൺ ആണല്ലോ ഇത്, മനസ്സിലായില്ലേ? ഇനി അത് പറ്റുന്നില്ല, നമുക്ക് എക്സ്പെൻസ് താങ്ങാനോട്ട് പറ്റുന്നില്ല, 2 കാരറ്റിൻ്റെ എക്സ്പെൻസ്, നമുക്ക് പെരിഡോട്ടിലേക്ക് പോവാം. അതിൻ്റെ ഉപരത്നമായിട്ടുള്ള ഈ പച്ച കളറിൽ തന്നെയുള്ള മറ്റൊരു രത്നം, അതിലേക്ക് പെരിഡോട്ടിലേക്ക്, അല്ലെങ്കിൽ ജേഡ് ഒനിക്സ് തീരെ വിലയില്ല, പച്ചയാ. അതിങ്ങനെ അതിന് കാറ്റഗറീസ് നമുക്ക് ചെയ്തു പോവാം. അവെഞ്ചൂറയും ഇതിലേക്ക് പോകാം നമുക്ക്. ഇപ്പോൾ ഏത് കാറ്റഗറി, ഇപ്പോൾ എല്ലാവർക്കും BMW ബെൻസിനുള്ള സ്റ്റാൻഡേർഡിലാണോ നിർത്തിയിരിക്കുന്നത്? അല്ല. നിനക്കത് ഓടിക്കാൻ യോഗമുണ്ട്, നിനക്ക് പൈസ തന്നിട്ടുണ്ട്, ഞാൻ മേടിച്ചിട്ടു, എന്നാൽ എനിക്കും ഓടിക്കണ്ടേ? നിനക്കൊണ്ടുണ്ടല്ലോ എൻ്റെ സാമ്പത്തികമായിട്ടുള്ള നിന്റെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള വണ്ടികൾ വേണ്ട കിടക്കുന്നു. ഇങ്ങനെയാണല്ലോ. അതെ. ഇപ്പോൾ വണ്ടിയും കാറും ഇല്ലാത്ത വീടുകളില്ല. എല്ലാവർക്കും അവരവരുടെ ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി അനുസരിച്ച് വാങ്ങാം. എല്ലാം കാറ് തന്നെയല്ലേ. അപ്പോൾ രത്നങ്ങളും അങ്ങനെ തന്നെയാണ്. പണവും സാമ്പത്തികം ഉള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല രത്നങ്ങൾ. ആർക്കൊരു സാധാരണക്കാരനും മനുഷ്യന് മേടിക്കാം. വലിയ വീട് പണിയുന്നവരില്ലേ, കൊട്ടാരം പോലത്തെ വീട് പണിയുന്നില്ലേ, എന്നാൽ ചെറിയ വീട്ടിൽ നിന്ന് താമസിക്കുന്നവരില്ലേ, അവനവൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അവന് വീടുണ്ടാവും എന്ന് പറഞ്ഞ പോലെ രത്നം അതേ മാനദണ്ഡമാണ് ഇത് പാലിക്കുന്നത്. പ്രകൃതി ആർക്ക് വേണ്ടിയിട്ടും തരം തിരിച്ചിട്ടില്ല. അതായത് നീ രത്നം ധരിക്കേണ്ട, കാരണം ഇതിനൊക്കെ വില കൂടുതലാണ്, നിനക്ക് പറ്റിയ രത്നമൊന്നുമില്ല, ഒരു ഗ്രഹങ്ങളുമായിട്ട് നിനക്ക് ബന്ധം രത്നത്തിൽ കൂടെ വേണ്ടെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇപ്പം സാർ പറയേണ്ട ഈ ഒരു വ്യക്തിക്ക്, ഈ ചാർട്ടിലുള്ള വ്യക്തിക്ക് ഏക സപ്പോർട്ടിംഗ് പ്ലാനറ്റ് എന്ന് പറയുന്നത് ബുധനാണ്. ബുധൻ്റെ രത്നമായ എമറാൾഡ് അധികം കുറച്ച് തൂക്കത്തിൽ കൂടുതൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു, ഹാർഡ്നെസ് കുറവായിട്ടുള്ളൊരു രത്നം എന്ന് പറഞ്ഞു. ഇപ്പം ഈ എമറാൾഡ് നമ്മൾ കുറച്ച് അധികം ക്യാരറ്റേജ് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് സാറ് പറഞ്ഞു. പക്ഷെ എന്ന് വെച്ചാലും ചില മറ്റ് രത്നങ്ങൾ, ഇപ്പോൾ റൂബി അല്ലെങ്കിൽ റെഡ് കോറിലൊക്കെ സാറ് മുമ്പുള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, അധികം ഓവറായിട്ടുള്ള ഒരു ക്യാരറ്റേജിലേക്ക് വേണ്ട, പോകരുത് എന്ന് പറയാറുണ്ട്. പക്ഷെ ആ ഒരു സംഭവം നമുക്ക് എമറാൾഡിൽ നോക്കുമ്പം കുഴപ്പമില്ല, നമുക്ക് കൂടുതൽ ഉപയോഗിക്കാം. കാരണം ആ ഗ്രഹത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളതിന് മുഖവിലയ്ക്ക് എടുക്കുന്നത്. ഈ ചൊവ്വയുടെ ഗ്രഹം എന്ന് പറയുന്ന അഗ്രസീവായിട്ടുള്ള പ്ലാനറ്റ്, എടുത്തുചാട്ടക്കാരൻ, കമാൻഡർ, മേധാവി, പട്ടാളം, വെടിവെപ്പ്, ഇതെല്ലാമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളാണിത്. ആ പുള്ളിയുടെ രത്നം എന്ന് പറയുന്നത് കോറിലാണ്. അപ്പോൾ കോറിൽ നമുക്ക് ഒരു പരിധിക്ക് അപ്പുറം ചെയ്താൽ ഓവർ കോൺഫിഡൻസ് കൊണ്ട് തന്നെ പുള്ളി നിലം പിരിച്ചാവും, എന്തിനും എടുത്തിയാടും, സംസാരിച്ച് തീർക്കേണ്ടടുത്ത് പുള്ളി പോയി തല്ലും, അങ്ങനത്തെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതാ നമ്മളൊരു കല്ല് സജസ്റ്റ് ചെയ്യുമ്പം ഇതാണ് ശ്രദ്ധിക്കണം. ഇപ്പോൾ ചില പിള്ളേരുടെയൊക്കെ നോക്കുമ്പോൾ കോറിൽ ചേരുന്നുണ്ട് ആ പയ്യന് അല്ലെങ്കിൽ ആ പെൺകുട്ടിക്കുണ്ടെന്ന് പറയുമ്പോൾ ഇവർ പറയും, ചോദിക്ക് വരും, ഭയങ്കര ദേഷ്യക്കാരിയാണോ? മോനെ സാർ ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ക്യാരറ്റ് കുറച്ചു, കാരണം കൂടുതൽ ഉപയോഗിച്ചാൽ ചിലപ്പോൾ ദോഷം ചെയ്യും എന്താ പറയുക. വെറും തണുപ്പന ഒരു കാര്യത്തിനകത്തും അങ്ങോട്ടൊരു ഊർജ്ജസ്വലതയില്ല, ഇങ്ങനെ ഉന്തിയും തള്ളിയാണ് പുള്ളിയെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് 5 ക്യാരറ്റിലോട്ട് പോകും. കോറിൽ മാച്ചിങ് ആയിട്ട് നോക്കരുതല്ലോ ഒരാൾക്ക്. അപ്പോൾ റെഡ് എനർജി പുള്ളിയിൽ ഉണർന്ന് പ്രവർത്തിക്കും, ചൊവ്വ ആക്ടിവേറ്റഡ് ആയി പുള്ളി നേരെ ഒന്നുകൂടെ ഊർജ്ജസ്വലനാവും. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ആ ഒരു ശാസ്ത്രം എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പ്രകൃതി തന്നിട്ടുള്ളതാണ്. ഇപ്പം നെല്ലിക്ക പോലത്തെ സാധനം, നെല്ലിക്ക പോലെ ഒരു ഔഷധം ഏതിനകത്താണ് ഉള്ളത്? ഔഷധ ഗുണം ഭയങ്കരമില്ല. ദിവസം ഒരു നെല്ലിക്ക കഴിക്കണമെന്നല്ലേ പറയുന്നത്? ദിവസം അറ്റ്ലീസ്റ്റ് ഒരു നെല്ലിക്ക എങ്കിലും നിങ്ങൾ കഴിച്ചിരിക്കണം. ഒന്ന് അത്രയും ഇതാണ്. അപ്പം ഈ ബുദ്ധിപരമായ കാര്യങ്ങൾക്കൊക്കെ നെല്ലിക്കയ്ക്ക് ഒരുപാട് ഉണ്ടല്ലോ, നെല്ലിക്ക തളം വെക്കും എന്നൊക്കെ പറയല്ലേ. അപ്പോൾ ഇതിനെല്ലാം തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് കഴിക്കുക എന്നുള്ളതാണ്. അല്ലെ എനിക്കതൊന്നും താല്പര്യമൊന്നുമില്ല, എനിക്ക് ഈ കല്ലൊന്നും വേണ്ട കേട്ടോ എന്ന് ചിന്തിക്കുമ്പം നിങ്ങൾക്ക് നല്ല നെല്ലിക്ക വേണ്ടേ, നല്ല തേൻ വേണ്ടേ? അത് കഴിച്ചുകൊണ്ടല്ലേ നമുക്ക് ഒരു അഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യല്ലേ ചെയ്യുന്നത്.
അതുപോലെ തന്നെയാണ് നമ്മൾ ഈ നല്ലോണം ഇപ്പോൾ ഈ കളി സ്കൂളിലൊക്കെ 8ലും 10ലും ഒക്കെ പഠിക്കുന്ന പിള്ളേർ നല്ല ഫുട്ബോൾ നല്ല കളിച്ച് ക്ഷീണിച്ച് അവർ വരുമ്പോഴത്തേക്കും നമ്മൾ നല്ല എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഞാൻ ആ ഫ്രണ്ടിൽ നിന്ന് ഈ ഒരു നോളജ് എനിക്ക് കിട്ടിയത്, നല്ല ഹണി ഒരു സ്പൂൺ എടുത്തിട്ട് വലിയ തണുപ്പല്ല, നല്ലൊരു മീഡിയം തണുപ്പിൽ പിള്ളേർ കുടിക്കത്ത കരുതി ഒരു സ്പൂൺ വരുമ്പോഴേ സ്കൂൾ വിട്ട് വരുമ്പോഴേ ഇത് ഇറക്കി അവന് കൊടുക്കുന്നതെന്ന് പറയും. ഹെൽത്തിയാണ്. എനിക്ക് ഇതിനകത്തൊന്നും താല്പര്യമൊന്നുമില്ല, എനിക്ക് പച്ചവെള്ളം മതി, കുടിക്കാം, ദാഹം പോവും. ഇതാണ് രത്നങ്ങൾ, മറ്റുള്ള ശാസ്ത്രങ്ങളുടെ ഗുണങ്ങൾ, അഡീഷണലായിട്ടുള്ള ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഈ ഇതെല്ലാം വെച്ചിരിക്കുന്നത്. ഷോർട്ട് കട്ടുകളാണിത്. ഇങ്ങനെയും ചെല്ലാം, വളരെ സ്ട്രെയിറ്റായിട്ട് തന്നെ പോകുള്ളൂ, ഞാൻ അങ്ങനെ തന്നെ പോകാം, ഓടിക്കൂടെയും ഹൈവേ കൂടെ നടന്നു പോവാം. അല്ല ഷോർട്ട് കട്ടും ഉണ്ടെന്നേ, വേണ്ട നിങ്ങൾ കണ്ടുപിടിച്ച് പോക്കോ, അല്ല എനിക്ക് ഈ ഷോർട്ട് കട്ടിലൊന്നും വിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ വേണ്ട, ലേറ്റായിട്ട് എത്തിയാൽ മതി. പ്രിൻസിപ്പിൾ ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ രത്നങ്ങൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ ഇങ്ങനെയുള്ളൊരു രീതിയിലാണ് നമ്മളതിനെ കണക്കെടുക്കേണ്ടതാണ്. ഒരു രത്നം നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ ആ രത്നത്തെ ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്രഹത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെലോസഫയർ കുറച്ച് കൂടിപ്പോയതുകൊണ്ട് കുഴപ്പമൊന്നും വരുന്നില്ല, എമറാൾഡ് കൂടിപ്പോയതുകൊണ്ട് കുഴപ്പമൊന്നും വരുന്നില്ല. എന്നാൽ അത് കുഴപ്പമുള്ള രത്നങ്ങളും ഉണ്ട്. നമ്മൾ ആ ഒരു ചാർട്ടിനെ കുറിച്ച് പറഞ്ഞു, ആൾക്ക് എമറാൾഡ് നമ്മൾ കുറച്ച് ക്യാരറ്റേജ് കൂടുതൽ ഉപയോഗിക്കുന്നു, അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് വന്നിരുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞു ഈ വീനസിൻ്റെ ഒരു ഡെബിലിറ്റേഷൻ അവിടെ നടന്നിട്ടുണ്ട്. ഈ വീനസിൻ്റെ രത്നമായ ഡയമണ്ട്, ഈ എമറാൾഡും ഡയമണ്ടും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരുമാണ്. ഇവിടെ ആൾക്ക് നമുക്ക് ഡയമണ്ട് പറ്റുമോ? ഞാൻ കൊടുക്കില്ല, പറ്റില്ല. കൊടുക്കുന്നവരുണ്ടാവും, ഉപയോഗിക്കുന്നവരുണ്ടാവും, എനിക്കതിനെപ്പറ്റി ഞാൻ കൊടുക്കത്തില്ല ഇത്. അല്ല, കാരണം ഇത് പൂർണ്ണമായ നല്ല ഡിഗ്രിയിൽ അതിന് ഡെബിലിറ്റേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം നീചത്തിലാണ് ആള്, നീചത്തിലാണ്. ആ നീചത്തേക്കുന്ന ഗ്രഹം ആ നീചത്തിൻ്റെ സ്ഥിതി കാണിക്കും അത്. അപ്പോൾ അവിടെയും കൂടെ നമ്മൾ അതിൻ്റെ രത്നം കൂടെ കൊടുത്താൽ ചിലപ്പോൾ അത് ഒന്നുകൂടെ ആക്ടിവേഷൻ ആവും. ചില ഗ്രഹങ്ങളുടെ നീചഭംഗങ്ങളൊക്കെ വന്നാലും അതിന് കല്ല് ധരിക്കാന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ആണെന്ന് എൻ്റെ എക്സ്പീരിയൻസിൽ, ഞാൻ ഈ ജംപ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളായതുകൊണ്ട് ഞാൻ പറയാം. ഇപ്പോൾ ലഗ്നത്തിൻ്റെ 6th ഹൗസ് എന്ന് പറയുന്ന മകരം, അത് വ്യാഴത്തിൻ്റെ നീച സ്ഥിതിയാണ്, ശനിയുടെ ഓൺ ഹൗസാണത്. അപ്പോൾ നീചപ്പെട്ട് നിൽക്കുന്ന ആ വ്യാഴം പോയി നിൽക്കുന്ന ശനിയാണ്. ശനി ചന്ദ്രൻ്റെ ലഗ്ന കേന്ദ്രത്തിൽ വന്നാൽ, അല്ല ചന്ദ്രനുമായിട്ട് ചേർന്ന് നിന്നാൽ നീചഭംഗം സംഭവിക്കും. അവിടെ നീചഭംഗത്തിന് കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഞാൻ സിമ്പിൾ ഒരു സംഭവം പറഞ്ഞു. അല്ല വ്യാഴം ഏത് ഹൗസിലാണോ ഈ വ്യാഴം പോയി നിൽക്കുന്നത്, വ്യാഴം നീചപ്പെടാൻ മകരത്തിൽ മാത്രമേ ഉള്ളൂ. ആ മകരത്തിൽ തന്നെ ശനി നിൽക്കുന്നുണ്ട്. ഒരു നീചഭംഗം സംഭവിച്ചിട്ടുണ്ട് അവിടെ. ആ വ്യാഴത്തിൻ്റെ മറ്റ് ദോഷവശങ്ങളൊന്നും ചിലപ്പം ഈ നീചഭംഗം ഉള്ളതുകൊണ്ട് ഉണ്ടാകാൻ ചാൻസസ് ഇല്ല. അത് കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ വരുമായിരിക്കാം സാമ്പത്തികപരമായിട്ടുള്ള. പക്ഷേ എൻ്റെ ഈ റെക്കോർഡിരിപ്പുണ്ട്, കൃത്യം ഫാറ്റി ലിവറും കൊളസ്ട്രോൾ ട്രൈഗ്ലിസൈഡുമായിട്ട് ചികിത്സ ചെയ്യുന്ന ചാർട്ടിൻ്റെ ഇരിപ്പുണ്ട്. വ്യാഴത്തിൻ്റെ നിപ്പ് പാൻക്രിയാസുമായിട്ട് ബന്ധം. അപ്പോൾ അതിൻ്റെ സ്റ്റോൺ കൊടുത്താൽ, നീചഭംഗമൊക്കെ ഉണ്ട്, പക്ഷേ സ്റ്റോൺ കൊടുത്താൽ ആ വ്യാഴം ട്രിഗർ ചെയ്യും. നീചമെന്ന് നമ്മൾ പറഞ്ഞിട്ടാണല്ലോ ഭംഗമെന്ന് പറയുന്നത്. അപ്പം നീചത്തിനും അതാത് ഗ്രഹങ്ങൾ ഡ്യൂട്ടി ചെയ്യും. പക്ഷെ നീചഭംഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ വലിയൊരു മാലെഫക്റ്റ് വ്യക്തിയിലുണ്ടാകത്തില്ല. പക്ഷെ അതിന് കല്ല് പറ്റുമോ എന്ന് ചിന്തിച്ചിട്ടേ കൊടുക്കാവുള്ളൂ. ഇതിന് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഇനി അതേസമയം ഈ മിഥുന ലഗ്നത്തിൻ്റെ 2nd ഹൗസിലോ 9th ഹൗസിലോ ഈ വീനസ് നിന്നിരുന്നെങ്കിൽ പുള്ളിക്ക് കൊടുക്കാം. പക്ഷെ അതിന് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, കണ്ടമാനം ക്വാണ്ടിറ്റി ഉപയോഗിക്കാൻ കൊള്ളില്ല. പുള്ളിയുടെ ക്യാരക്ടർ എന്തുവാ, ഈ റൊമാൻസും സെക്സും ഓപ്പോസിറ്റ് സെക്സ് അട്രാക്ഷന്, ലവ്, ഇതൊക്കെ ആയിട്ട് പ്രണയപരമായിട്ടുള്ള സ്കാൻഡൽസിലും അതിലും ഒക്കെ കൂട്ടി വണ്ടമാനം ഭയങ്കര വലിയ ഡയമണ്ട്സൊക്കെ യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല. വൺസ് ഇൻ എ വൈൽ ഇടാം. ഇപ്പോൾ ഒരു മിനിമം ലെവൽ ആ വീനസിൻ്റെ ഇതൊക്കെ ഡിഗ്രിയൊക്കെ നോക്കിയിട്ട് ചെറിയ ഭംഗിയായിരിക്കും. ആർട്ടിസ്റ്റിക് ടാലൻറ്റും അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞിരിക്കുന്നത്.
പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു പിള്ളേർക്ക് ഡയമണ്ട്സ് കൊടുക്കരുത്, അവർക്കൊരു സ്യൂട്ടബിളാണ്, ഈ കുട്ടിക്ക് ഡയമണ്ട് സ്യൂട്ടബിളാണ്, ഈ പെൺകുട്ടിക്ക് അല്ല ആൺകുട്ടിക്ക് സ്യൂട്ടബിളാണ്. പക്ഷേ നിങ്ങളൊരു പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു കാലഘട്ടം ഒരു മാരേജൊക്കെ ആയിട്ട് അടുപ്പിച്ചൊക്കെ വരുന്ന സമയത്ത് ഇതിനകത്ത് ഡയമണ്ട് ഈ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല എന്ന് വേറെ ആൾ ചാർട്ട് നമ്മൾ സാറിന് എക്സാമ്പിളാണ് പറയുന്നത്, ഇതിൻ്റെ കാര്യമല്ല പറയും, ഈ ചാർട്ടിൻ്റെ കാര്യമല്ല പറയുന്നത്. ഒക്കെ നമുക്ക് പറയാം, കൊടുക്കാം. കാരണം നമ്മൾ ഏത് സ്റ്റോൺ ഇടുന്നോ ആ ക്യാരക്ടർ നമ്മൾ ഉണ്ടാവും, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്തായാലും നമ്മുടെ ലൈഫിലും ഉണ്ടാവും. ഇപ്പം നമ്മൾ ഈ കന്നി ലഗ്നത്തെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ഉച്ചരാശിയായിട്ട് നിൽക്കുന്ന ബുധനെക്കുറിച്ച് പറഞ്ഞു. ബുധൻ്റെ രത്നം എമറാൾഡ് ഈ ബുദ്ധിയും അറിവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഗ്രഹമാണല്ലോ. ഇപ്പോൾ ഇത് കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പഠന കാലഘട്ടത്തിലുള്ളൊരു കുട്ടി ഇപ്പം ആളുടെ ഒരു ചാർട്ട് കൊണ്ടുവന്നു. ഇപ്പം ജനറലി അവർക്കൊരു അറിവുണ്ട് ബുധനാണ് ബുദ്ധി തരുന്നത്, അപ്പം ബുധൻ്റെ രത്നം വാങ്ങിയിടാം, എന്നാൽ അതിനു മുമ്പ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചൊരു വ്യക്തി വരിക. ആ ചാർട്ടിൽ ഈ വ്യക്തിക്ക് ബുധൻ അത്ര ഒരു സപ്പോർട്ടീവ് അല്ല, കുറച്ച് ഇതാണ്. അപ്പം അങ്ങനെ ഒരു വ്യക്തി ആളുടെ ഒരു പഠന മേഖലയൊക്കെ ചൂസ് ചെയ്യുമ്പം വളരെ കടിച്ചാൽ പൊട്ടാത്ത സംഭവങ്ങളോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധി ഒക്കെ ഉപയോഗിക്കേണ്ട ഒരു സബ്ജക്റ്റുകളിലേക്കൊക്കെ പോകാതെ അതിനനുസരിച്ച് മുന്നേറുന്നതായിരിക്കില്ലേ നല്ലത്? തീർച്ചയായിട്ടും. കാരണം അതിനകത്ത് ബുധൻ മാത്രമല്ല, ഇപ്പോൾ ബുധൻ ബുദ്ധിയുടെ ആളാണെന്ന് പറഞ്ഞാലും ബാക്കി പല പ്ലേസ്, ഇപ്പോൾ 2nd ഹൗസ്, 5th ഹൗസ്, 9th ഹൗസ് ഒക്കെ നമ്മുടെ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? അപ്പം അത് ലൈഫ് ലോങ് അങ്ങനെ പോവും. 2nd ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ മണി മാറ്റേഴ്സ് ആണെങ്കിലും അതിനകത്ത് വിദ്യാഭ്യാസം വരുന്നുണ്ട്. കാലങ്ങൾ കഴിയുമ്പം 50-65 വയസ്സാകുമ്പോഴും വിദ്യാഭ്യാസം എന്നുള്ളതല്ല, അത് മണി മാറ്റേഴ്സിലേക്ക് വന്നത്. അതാ പറഞ്ഞു, പല ആംഗിളുകളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിനകത്ത് തന്നെ അല്ല, ഇതിനകത്ത് 3. ഇപ്പോൾ ഈ ബുധൻ ബുദ്ധിപരമായിട്ട് ഉള്ള കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്, കണക്ക് മറ്റത് മറിച്ചതൊക്കെ. അപ്പോൾ ബുധൻ ഒരുപാട് നെഗറ്റീവ് സൈഡാണ് പാടാം. അങ്ങനെയുള്ള ടഫ് സബ്ജക്റ്റിലോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ പുള്ളിക്ക് വേറെ ടെക്നിക്കൽ സൈഡുകൾ വേറെ ചിലപ്പം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്, കാരണം ചന്ദ്രൻ ശനി നന്നായിട്ട് നിൽപ്പുണ്ട്, അല്ലെങ്കിൽ പല മേഖലകളിൽ വരാം. ഇപ്പോൾ ഈ 6th ഹൗസ് ഇത് സോഡിയാക് സൈൻ എന്ന് പറയുമ്പോഴത്തേക്കും സോഡിയാക് സൈനിൽ 6ാമത്തെ സൈനായത് സൈൻ ഓഫ് വിർഗോ. ഏരിസ് നിന്ന് നോക്കിയാൽ, മേടത്തിൽ നോക്കിയാൽ 6ാമത്തെ സൈൻ. 6th ഹൗസ് എന്ന് പറയുന്നത് ഒരു ഹെൽത്തും കൂടെയാണ്, ആരോഗ്യം, രോഗം ഒക്കെ. ഇപ്പോൾ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളിലൊക്കെ ചെന്ന് പെടാം ഈ ആൾക്കാർ. അല്ലെങ്കിൽ വലിയൊരു ഗ്രൂപ്പോ വലിയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചിലപ്പോൾ അക്കൗണ്ടൻസിൻ്റെ ചീഫായിരിക്കും പുള്ളി വർക്ക് ചെയ്യുന്നത്. അതാണ് നെവർ എൻഡിങ് ചെയ്ത് സബ്ജക്റ്റുകൾ. ഇപ്പം നമുക്ക് നമ്മുടെ 10ാം ഭാവത്തിന് ജലമായിട്ട് ബന്ധപ്പെട്ടാൽ ജലം കടന്ന് നമ്മൾ പുറത്തു പോയി ചില ജോലി ചെയ്യാം. നമ്മൾ വർക്ക് ചെയ്യുന്ന കാര്യത്തിനകത്ത് ജലം ഉണ്ടാവാം. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നതിനടുത്തെങ്കിലും വെള്ളമായിട്ട് വേണ്ട, ഇല്ല ഞാൻ അക്കൗണ്ടൻ്റാണ്. ശരി, എവിടെ ഈ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്? അത് നമ്മുടെ ഈ വാട്ടർ ടാങ്കും PVC പൈപ്പും ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുടെ. ഞാൻ പറയാം, അത് ജലമായിട്ടല്ല അതിന് ബന്ധം വന്നു. അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം നമ്മൾ പറയുന്ന ജനറലാണ്. വ്യക്തികളുടെ ഹൊറോസ്കോപ്പ് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ചാർട്ട് ചെക്ക് ചെയ്താലേ അതിനകത്ത് കറക്റ്റായിട്ട് നമുക്ക് പോയിന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ടഫ് സബ്ജക്റ്റുകൾ വരുമ്പം ഒരു കാര്യം, ബുധൻ ഇതുപോലെ റോങ് സൈഡിലാണെങ്കിൽ. പിന്നെ ഇതിനകത്ത് മറ്റൊരു പ്രധാന ഘടകം മൂണാണ് മനസ്സ്. 3 വളരെ മോശമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്ത് എടുക്കാനുള്ളൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സാണ്. മനസ്സിൻ്റെ അധിപനാരാ? ചന്ദ്രനാണ്. അതും വീക്കാണ്. ബുധനും വീക്കാണ്, നെഗറ്റീവാണ്. ചന്ദ്രനും നെഗറ്റീവാണ്. ബുധൻ മീനത്തിൽ നിൽക്കുന്നു, ചന്ദ്രൻ വൃശ്ചികത്തിൽ നിൽക്കുന്നു. രണ്ടും ഒരു നെഗറ്റീവ് സൈഡാണ് ഒറ്റ നോട്ടത്തിൽ. പിന്നെ അത് നോക്കണം, നമ്മൾ ശരിക്കും ഡെബിലിറ്റേഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അത് ചെക്ക് ചെയ്യുന്ന വേറെ രീതിയുണ്ട്, അത് ചെക്ക് ചെയ്യണം. ഡിഗ്രിയൊക്കെ നോക്കിയാൽ അത് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ടഫ് സബ്ജക്റ്റിലേക്ക് പോകാതിരിക്കുക നല്ലത്.
നമ്മളൊരു മാനസികമായിട്ട് ഭയങ്കര കൺഫ്യൂഷനായിപ്പോൾ പിള്ളേർ. ഇന്ന സബ്ജക്റ്റ് എടുത്ത് 5 കൊല്ലത്തെ ഒരു കോഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ കയറുമ്പോൾ തന്നെ കൺഫ്യൂഷൻ തുടങ്ങി. ഇതായിരുന്നു എൻ്റെ സബ്ജക്റ്റ്, ഇതായിരുന്നു എൻ്റെ സബ്ജക്റ്റ്. ഭയങ്കര ഒരു സ്ട്രഗിളിലേക്ക് പോകും. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കന്നി ലഗ്നത്തെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ബുധൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ ധാരാളം ചർച്ച ചെയ്യുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ വിവരങ്ങളായിട്ട് കണ്ടുമുട്ടാം. നമസ്തേ.